السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള വിശദീകരണം, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 41, 9ാമത്തെ. ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. എല്ലാം കൂടി വായിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ചിലതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ വായിച്ച വിശദീകരണത്തിൽ വന്നിട്ടുമുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ സംശയങ്ങളുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ആ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് മാത്രമാണ് വായിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും വായിക്കണില്ല എന്നർത്ഥം. അതിൽ 9ാമത്തേത് നോക്കാം. സുആൽ 9, 9ാമത്തെ ചോദ്യം, പേജ് നമ്പർ 41. സുയില ഫദീലത്തു ഷെയ്ഖ് റഹ്മഹുല്ലാഹു തആല ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കപ്പെട്ടു, അയ്യുഹുമാ അഫ്ദലു അദ്ദിറാസത്തു ലികൈ യനാല ശഖ്സു അശ്ശഹാദ. ഏതൊരു പഠനമാണ് അഫ്ദലായിട്ടുള്ളത്? ഒരാൾ ഷഹാദത്ത് നേടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കണം. ഷഹാദത്ത് സർട്ടിഫിക്കറ്റ്, ബിരുദം, അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നതാണോ? അമി തഅലീമു ദീനി, അതല്ലെങ്കിൽ ദീന് പഠിക്കുന്നതാണോ? ദീനി പഠനം, അതാണോ അഫ്ദലായിട്ടുള്ളത്? ഏതുപോലെ ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ദാക്കുക, വദുറൂസുൽ അഖീദ, അഖീദ പഠിക്കുക, ഇങ്ങനെയുള്ള അഖീദ പഠിക്കുക, ഖുർആൻ ഹിഫ്ദാക്കുക, ഇങ്ങനെയുള്ള ദീനി പഠനമാണോ? അതല്ല ഷഹാദത്ത്, ബിരുദം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള പഠനമാണോ അഫ്ദലായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാവും. അത് പറ്റുമല്ലേ? ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള പഠനം അത് അനുവദിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഉത്തരം അജാബ ബി ഖൗലിഹി, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തുള്ള മറുപടി, യുംകിനു ലിൽ ഇൻസാനി അൻ യജ്മഅ ബൈന ഹാദ വ ഹാദ. ഇത് രണ്ടും ഒരാൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് അതിന്റെ ഉത്തരം. ഏത്? ദീനും പഠിക്കാം, ഷഹാദത്തും സർട്ടിഫിക്കറ്റും നേടാം. രണ്ടും പറ്റും. അത് രണ്ടും ജംഅ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിക്കും. എങ്ങനെ? ഫയഖറഉ ഫിൽ മദാരിസി വൽ മആഹിദി വൽ കുല്ലിയാത്തി നിസാമിയ. ഒരാൾക്ക് മദ്രസകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിലൊക്കെ ഒരാൾ പഠിക്കുന്നു. വയഖറഉ അലൽ മശായിഖ് ഫിൽ മസാജിദി വയഹ്ഫദുൽ ഖുർആൻ. അതേപോലെ തന്നെ പള്ളികളിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഷെയ്ഖുമാരിൽ നിന്ന് അയാൾ ഇൽമു പഠിക്കണം, അയാൾ ഖുർആൻ ഹിഫ്ളാക്കുന്നു. വലാ മുനാഫാത്ത്. ഇത് രണ്ടും എന്തല്ല? പരസ്പര വിരുദ്ധമല്ല. രണ്ടും ഒരാൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് എന്താ അതിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള രീതി. ഒന്ന് ഷഹാദത്ത്, അതൊരാൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്ത്? അങ്ങനെയുള്ള ദർസുകൾ, ദീനി പഠനവും മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് രണ്ടും ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ആര് പറയുന്നത്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. എന്നിട്ട് കേട്ടോ, വഫിൽ വഖ്തിൽ ഹാദരി, ഈ ആധുനിക കാലഘട്ടത്തിൽ അറ അന്നഹു ലാ ബുദ്ദാൻ യനാലൽ ഇൻസാനു അശ്ശഹാദ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് നിർബന്ധമാണ്. അറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കാരണം ലി അന്നൽ വളായിഫ അൽ ആന അസ്ബഹ മീസാനുഹാ തിൽക ഷഹാദതി. കാരണം ഇന്ന് ജോലികളുടെ മാനദണ്ഡം, ഒരാൾക്ക് ജോലി കിട്ടാനുള്ള മാനദണ്ഡം എന്താണ്? സർട്ടിഫിക്കറ്റുകളാണ്. വളായിഫ്, ജോലികൾ. മീസാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം, അതിന്റെ തുലാസ്, അതിന്റെ ത്രാസ്, അതിന്റെ മാനദണ്ഡം ഷഹാദാത്തുകളാണ്, സർട്ടിഫിക്കറ്റുകളാണ്. അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടം. സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വലാ യുംകിനു അൻ യതവസ്സലൽ ഇൻസാനു ഇലാ മൻസിലത്തി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഒരു സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റൂല.
എങ്ങനെയുള്ള സ്ഥാനം? യൻഫഉ ബിഹൽ മുസ്ലിമീന അൽ മത്ലൂബ, മുസ്ലിമീങ്ങൾക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം, ഒരു ജോലി, ഒരു പദവിയിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റൂല ഇല്ലാ ബിശ്ശഹാദാത്തി, സർട്ടിഫിക്കറ്റുകൾ കൊണ്ടല്ലാതെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് മീസാൻ മാനദണ്ഡം എന്താണ്? നല്ലൊരു ജോലി കിട്ടണോ, നല്ലൊരു പോസ്റ്റ് കിട്ടണോ? അതിന്റെയൊക്കെ മാനദണ്ഡം സർട്ടിഫിക്കറ്റുകളാണ്. അപ്പൊ നമുക്ക് ഇനി മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കണമെങ്കിൽ, അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെയുള്ള ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്താ യതമക്കന മിൻ അൻ യകൂന മുദരിസൻ ഫിൽ മആഹിദി, ഒരു മഅഹദിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരാൾക്ക് മുദരിസാണെങ്കിൽ, അതേപോലെ ഒരു മദാരിസ് വൽ ജാമിയാത്തി, അതേപോലുള്ള സർവകലാശാലകളിൽ, അതേപോലെയുള്ള സ്കൂളുകളിൽ ഒരാൾക്ക് മുദരിസായി തീരണമെങ്കിൽ വരെ എന്ത് വേണം? ഷഹാദത്ത് വേണം, സർട്ടിഫിക്കറ്റ് വേണം. വയതമക്കന അൻ യകൂന ഉളുവൻ ഫി ഹയ്യത്തിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ഇതേപോലുള്ള ഹയ്യത്തുകൾ ഉണ്ടെങ്കിൽ, ഏത് അംർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ നടത്തുന്ന ഹയ്യത്തുകൾ, സംഘങ്ങൾ, അതേപോലുള്ള ലജ്നകൾ ഉണ്ടെങ്കിൽ, ആ സംഘങ്ങളിൽ വരെ ഒരാൾക്ക് അംഗത്വം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഷഹാദത്ത് വേണം. മനസ്സിലാണ്ടല്ലോ? പത്രത്തിലുള്ള ഒരു ഷൂറ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. അവിടെ അംർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ ഇസ്ലാമികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കോളേജാണ്. അപ്പൊ അവിടെ ഒരു മുദരിസായി തീരണമെങ്കിലും എന്ത് വേണം? ഷഹാദത്ത് നിർബന്ധമാണ്. കാരണം ലിഅന്നൽ മജാലാത്ത് ഫി ഹാദിഹിൽ അസ്ബിന, ഈ കാലഘട്ടത്തിൽ ആയിത്തീർന്നിട്ടുണ്ട് അസ്ബഹത്ത് മബിനിയത്തൻ അല ഷഹാദ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്തായി തീർന്നിട്ടുണ്ട്? സർട്ടിഫിക്കറ്റ് ആയിത്തീർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇതിപ്പോ ഇവിടെ വലിയൊരു സംശയത്തിലുള്ള മറുപടിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ സ്ഥാപനങ്ങളിൽ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ചിലപ്പോൾ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടി വരും, ഭൗതികമായ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. മദ്രസകളിൽ, കോളേജുകളിൽ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. അവിടെ വെറും ഖുർആനും ബുഖാരിയും മുസ്ലിമും ഇത് മാത്രമായിരിക്കില്ല. ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഷഹാദത്ത് കിട്ടണം. അപ്പൊ അത് ഇസ്ലാമികമാണോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾ സലഫികളാണെന്നൊക്കെ പറയുന്നുണ്ട്, ശരി, പക്ഷെ നിങ്ങളെ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളാ കുല്ലിയിൽ ഇത് പഠിപ്പിക്കണല്ലേ, അവിടെ നിങ്ങൾ ബിരുദം സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലേ, ഷഹാദത്ത് കൊടുക്കണം, അത് ശരിയല്ല. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സെൽഫികൾ എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം, അവിടെ നിങ്ങൾ ഭൗതികമായിട്ട് അവിടെ ഒന്നും ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഷഹാദത്ത് എന്നുള്ളത് ഭൗതികമായിട്ടുള്ള ലക്ഷ്യം വെക്കലാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ രീതി ശരിയല്ല, നിങ്ങളുടെ മൻഹജ് ശരിയല്ല എന്ന് ചില ആൾക്കാർ വിമർശിക്കാറുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങളവിടെ യൂണിവേഴ്സിറ്റിയുടെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഭൗതികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഷഹാദത്ത് കിട്ടണം. ആ ഷഹാദത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് എന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ഷഹാദത്ത് വേണം. ഇപ്പോ നല്ല ഹിഫ്ദുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റൂല. ഇതിപ്പോ നമുക്ക് ഖത്തറിലാണെങ്കിൽ പോലും നമുക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അവിടെ ഷഹാദത്താണ് മാനദണ്ഡം. അല്ല, ഞാൻ ഖുർആൻ ഹിഫ്ളാണ്, ഹദീസ് കുറെ കാണാതെ അറിയാം, ഏത് അറബി ഗ്രന്ഥവും പിന്നെ ഇറാബ് തെറ്റാതെ വായിക്കാൻ അറിയാം, നെഹ്വ് അറിയാം, ബലാഗ അറിയാം, ഒക്കെ അറിയാം, എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് ഷഹാദ എവിടെയാന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇത് ഒരു മാനദണ്ഡമായിട്ടുണ്ട്. ഇതിപ്പോ ഒരു സ്കൂളിൽ പോവാണ്, നമുക്ക് എല്ലാ അഖീദ നമ്മൾ കലക്കി കുടിച്ചിട്ടുണ്ട്, ഫിഖ് കലക്കി കുടിച്ചിട്ടുണ്ട്, ഒരു കാര്യമല്ല, എവിടെ ഷഹാദ എന്ന് ചോദിക്കും. അപ്പൊ ഇത് ഇന്നൊരു മാനദണ്ഡമാണ്. അതൊരു ജോലിയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഏതൊരു പോസ്റ്റിൽ എത്തിപ്പെടണമെങ്കിൽ ഈ ഷഹാദത്ത് അനുവദിയാണ്. അപ്പൊ അത് അനുവദനീയാണ് എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമാകരുത് ലക്ഷ്യം. അപ്പൊ അത് പഠിപ്പിക്കുന്നതിനോ അങ്ങനെ ഒരു ഷഹാദത്ത് നേടുന്നതിനോ വിരോധമല്ല. അത് ആരാ പറഞ്ഞത്? അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇതാ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സലഫിയത്തിന് വിരുദ്ധം അല്ല. അങ്ങനെ അവിടെ ഷഹാദത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഭൗതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തല്ല? സലഫിയത്തിന് വിരുദ്ധമല്ല. ഇന്നത്തെ മാനദണ്ഡം എന്താണ്? ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ ഷഹാദത്താണ്. ഇനി അവിടെ രണ്ടാമത് വരുന്നൊരു ചോദ്യം, അത് ഇഖ്ലാസിനെതിരാണോ? അതാണ് അടുത്ത മറുപടി. കേട്ടോളൂ. വൽ ഇൻസാൻ ഇദാ ത്വലബൽ ഇൽമു ലിയനാല ഷഹാദ. അതുകൊണ്ട് ഒരാൾ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഒരാൾ ഇൽമു തേടുകയാണെങ്കിൽ ലിഗർളി അൻ യൻഫഅൽ മുസ്ലിമീന, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവന്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? മുസ്ലിങ്ങൾക്ക് പിന്നെ ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. ബിമാ യഹ്സലു ലഹു മിനൽ വളായിഫി, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവന് ജോലി നേടി, ഒരു ഉദ്യോഗം നേടി, അല്ലെങ്കിൽ ഒരു നല്ല പോസ്റ്റിലെത്തി, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യണം എന്നുള്ള ലക്ഷ്യമാണ് അവൻ ആ സർട്ടിഫിക്കറ്റ് നേടുന്നതിലൂടെ ഉള്ളത്. അവൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്, അഖീദ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ എന്താണ്? ആ സർട്ടിഫിക്കറ്റ് നേടാനുള്ള പഠനങ്ങൾ കൂടി അവൻ നടത്തുന്നുണ്ട്. അതാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ
ഫൈന്ന ഹാദിഹി നിയ്യ ലാ തഖ്ദഹു ബിൽ ഇഖ്ലാസ്. ആ നിയ്യത്ത് ഇഖ്ലാസിന് എതിരല്ല. കണ്ടോ? ഫൈന്ന ഹാദിഹി നിയ്യ. അപ്പൊ അവന്റെ നിയ്യത്ത് അവന്റെ മനസ്സിൽ എന്തുണ്ട്? ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, അതിന്റെ കൂടെ എന്ത് കൂടി വേണം? ബിരുദം കൂടി വേണം, ഷഹാദത്ത് കൂടിയിട്ട് വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള പഠനം അവരെ നടത്തുക എന്നുള്ളത് എന്തല്ല? ഇഖ്ലാസിനെതിരല്ല. അവന്റെ മനസ്സിൽ ചില ആൾക്കാർ പറയും അതെങ്ങനെ ശരിയാകാം, അത് ഇഖ്ലാസിനെതിരല്ലേ. അപ്പൊ ഹജ്ജിന് പോകുമ്പോ കച്ചവടം ചെയ്യാം എന്നുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഹജ്ജ് ശരിയാവില്ല, അത് ഖുർആൻ പറഞ്ഞതല്ല. പക്ഷെ അവിടെ നിയ്യത്ത് എന്താകരുത്? ഹജ്ജിന് പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താകരുത്? അവിടെ പോയിട്ട് കുറച്ച് കായ് ഉണ്ടാക്കണം എന്നുള്ളതാകരുത്, പൈസ ഉണ്ടാക്കാൻ പോകുക എന്നുള്ളതാകരുത്. അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹജ്ജും അങ്ങനെ ആകരുത്. ഒരാളെ നിയ്യത്ത് എന്താണ്? ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്, ഉള്ള പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. അയാൾക്ക് സൗകര്യവും സമയം ഇതും അതിന്റെ അടി കൂടെ കിട്ടണോ, അവിടെ അതിനുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടോ, അയാൾക്ക് കച്ചവടം ചെയ്യാം. ഹജ്ജിനൊന്നല്ല അവിടെ കച്ചവടം ചെയ്യാം അല്ല. അതേപോലെ തന്നെയാണ് എന്ത്? അവിടെ നിയ്യത്ത് എന്താണ്? ആ ഒരു ജോലി നേടി അല്ലെങ്കിൽ ആ ഒരു പദവി നേടി മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതിനെന്ത് വേണം? ഷഹാദത്ത് വേണം. ഷഹാദത്ത് വയ്ക്കുമ്പോൾ തൊള്ളൊഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ ബിനുസമീര പ്രയോഗം ശ്രദ്ധിച്ചോ? ഇന്നത്തെ കാലഘട്ടത്തിൽ മീസാൻ എന്താണ്? അളവുകോൽ, മാനദണ്ഡം അത് ഷഹാദത്തുകളാണ്. നമ്മൾ എവിടെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല വിവരം ഉണ്ടാവും അല്ലെ? ഒരു എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയാൻ പറ്റും. അക്കീദ കലക്കി കുടിച്ചിട്ടുണ്ടാവും, ഫിഖ് കലക്കി കുടിച്ചിട്ടുണ്ടാവും, കിതാബ് വായിക്കാൻ അറിയാം, എല്ലാം അറിയാം, പക്ഷെ ഷഹാദ ഉണ്ടാവില്ല. അപ്പൊ ഇബ്നു ഉസൈമീൻ ആ തെറ്റിദ്ധാരണ നമുക്ക് തിരിച്ചു തരാം. അപ്പൊ അതെന്തല്ല? ഇഖ്ലാസിന് എതിരല്ല. അതാണ് ലാ തഖ്ദഹു ബിൽ ഇഖ്ലാസി. അതെന്താണ്? പിന്നെ ഇഖ്ലാസിന് ബാധിക്കുന്ന ഒരു സംഗതി അല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? എന്നാലും നേരെ തിരിച്ചു ആകരുത്. വെറും ഷഹാദത്ത് ബിരുദം നേടുക എന്നുള്ളത് ആകരുത് ഉദ്ദേശം. അങ്ങനെ ആകരുത്. ചില ആൾക്കാർ അങ്ങനെയാണ്. അറബി കോളേജുകൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു സ്കൂളിൽ കയറുക എന്നുള്ളത്, LP-ലോ UP-ലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ +2-ലോ കയറുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ മാത്രം, എന്നിട്ട് ദീനി പഠിക്കാനൊന്നും താല്പര്യമൊന്നുണ്ടാവില്ല. അപ്പൊ അതും പാടില്ല. എന്നിട്ട് ഷഹാദ, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്, ബിരുദം എന്നുള്ളത് വസീല വദരീഅ, അത് അവനൊരു ഉപാധിയാണ്, അവനൊരു വസീലയാണ്, അവനൊരു മാർഗമാണ്. എന്ത്? ഈ ഷഹാദത്ത് എന്നുള്ളത്. എന്തിന്? ലിനീലി അംരിൻ മഖ്സൂദിൻ ശറഈൻ, ശറഈ ആയിട്ടുള്ള ഒരു കാര്യം, ശറഅ് അംഗീകരിക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്, ഒരു വസീല മാത്രമാണ് എന്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഷഹാദ എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കണം. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പഠിച്ചു, അങ്ങനെ നല്ല പോസ്റ്റ് വാങ്ങും, പിന്നെ ദീനിന്റെ വഴിക്ക് കാണൂല എന്നുള്ളത് മാത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവർ തെരഞ്ഞാൽ കാണൂല, പിന്നെ ഒരു ഖുതുബക്ക് കിട്ടൂല, ഖുർആൻ പഠിപ്പിക്കാൻ കിട്ടൂല, ഹദീസ് പഠിപ്പിക്കാൻ കിട്ടൂല, ദഅവത്തിന്റെ മാർഗത്തിൽ കാണൂല. അങ്ങനെ ആകാനും പാടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പരീക്ഷണാണെന്നുള്ളത് പറയുന്നത്. സമ്പത്ത്, ആരോഗ്യം, ഇതൊക്കെ എന്താണ്? ഒരു പരീക്ഷണാണെന്നുള്ളത് പറയുന്നത്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കണമെങ്കിൽ ചിലപ്പോൾ എന്താകും? ആ നിസ്കാരം കൂടി ഇല്ലാതെ. അപ്പൊ നമ്മൾ ദഅവത്തിന്റെ ഫീൽഡിലുണ്ടെങ്കിൽ എന്താകും? കുറെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അതുകൊണ്ടില്ലാതെ. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ടാണ് അതൊരു പരീക്ഷണാണെന്നുള്ളത് പറയുന്നത്. അപ്പോ അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം? ശരീരങ്ങൾക്ക് കഴിയുന്നത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പിന്നെ ഉദ്ദേശമായിരിക്കണം എന്ത് അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, നല്ല പോസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ അതെന്തല്ല? ഇഖ്ലാസിനെതിരല്ല. അപ്പൊ ആ സംശയം തീർന്നല്ലോ. അതാണ് അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള മറുപടി. അത്രേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം. അപ്പൊ ഇനി ആ സംശയം ഉണ്ടാകുന്ന അർത്ഥം. അപ്പൊ അതങ്ങനല്ലേ, അവിടെ അത് പഠിപ്പിക്കണില്ലേ, അവിടെ ഇത് പഠിപ്പിക്കണില്ലേ എന്ന് വന്ന് ആരെങ്കിലും ചൊറിയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആരുടെ മറുപടിയാണ്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള മറുപടിയാണ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തത് എല്ലാ ക്വസ്റ്റ്യനും വായിക്കണില്ല കേട്ടോ. പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലിങ്ങനെ സംശയങ്ങളൊക്കെ എല്ലാം അങ്ങനത്തെ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് വായിക്കണം. കാരണം ഇനി നമുക്ക് വേറെ അധ്യായം വിശദീകരിക്കാനുള്ളത്. ക്വസ്റ്റ്യന് ഇത് മൊത്തം ക്വസ്റ്റ്യൻ അല്ല, ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത അധ്യായത്തേക്ക് പോവാണ് കേട്ടോ. നോക്കിക്കോ, 13ാമത്തെ നോക്കിക്കോ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കപ്പെട്ടു, ഹലിൽ ഉലൂമു കത്തിബ്ബി വൽ ഹൻദസ മിന തഫഖുഹി ഫീ ദീനില്ലാഹി. ഇങ്ങനെയുള്ള പിന്നെ സയൻസുകൾ, ശാസ്ത്രശാഖകൾ തഫഖുഹിൽ പെടുവല്ലേ? ഇതാണ് ചോദ്യം. ഏത്? ഹൻദസത്ത്, തിബ്ബ്, മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഒരാൾ പഠിക്കുക. അപ്പൊ ഇത് പഠിക്കുന്ന ഒരാള് തഫഖുഹു ഫീ ദീൻ, നേരത്തെ നമ്മൾ ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫീ ദീൻ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദീനിൽ പാണ്ഡിത്യം നൽകുക, അറിവ് നൽകുക എന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പരിധിയിൽ ഇത് പെടുവോ? ഒരാള് ഇൽമു പഠിച്ചാൽ അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മതകാര്യങ്ങളിൽ അറിവ് നൽകുക എന്ന് പറഞ്ഞല്ലോ, അതിൽ ഈ ഹൻദസത്ത്, തിബ്ബ് പോലെയുള്ളത് പെടുവോ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പിന്നെ സയൻസുകൾ അതിൽ പെടുവോ? അതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ലൈസത്ത് ഹാദിഹിൽ ഉലൂമു മിന തഫഖുഹി ഫീ ദീനില്ലാഹ്.
കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അങ്ങനെ ധാരണയുണ്ട്, വേറെ ഒന്നും പഠിക്കാൻ പാടില്ല, വെറും ഖുർആൻ ഹദീസും മാത്രം, വേറെ പഠിക്കുന്നത് ഹറാം. എന്നെ പറഞ്ഞോ, ലൈസത്ത് ഹാദിഹിൽ ഉലൂമു മിന തഫഖുഹു ഫീ ദീനില്ല. ഈ പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങൾ എന്തല്ല, തഫഖുഹു ഫീ ദീനില്ല എന്നുള്ളതിൽ പെടൂല. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ പരിധിയിൽ പെടൂല. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ സനാഹ് ചെയ്ത് അള്ളാഹ് സനാഹ് ചെയ്തിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനാഹ് ചെയ്തിരിക്കുന്നു പറഞ്ഞ ഇൽമില് ഇത്തരത്തിലുള്ള ഇത് പെടൂല. ലൈസത്ത് ഹാദിഹിൽ ഉലൂമു, കണ്ടോ, ഈ ശാസ്ത്രങ്ങൾ അതിൽ പെടൂല. കാരണം ഇൻസാൻ ലാ യദ്റുസു ഫീഹാൽ കിതാബ വല സുന്ന. കാരണം എഞ്ചിനീയറിംഗിലും മെഡിക്കൽ സയൻസിലും കിതാബോ സുന്നത്തോ അല്ലല്ലോ പഠിക്കുന്നത്, ഖുർആനും സുന്നത്തോ അല്ലല്ലോ അത് പഠിക്കുന്നത്. അപ്പൊ അത് ഇതിൽ പെടൂല. മനസ്സിലാണ്ടോ? ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിക്കൊണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മനിദില്ലാഹു ബി ഖൈറിൻ ഫഖിഹു ഫി ദീനി, അല്ലെങ്കിൽ സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കും. അതല്ലത്. കാരണം അതിൽ ഖുർആനോ സുന്നത്തോ പഠിപ്പിക്കണില്ല. ലാകിന്നഹാ ബൈനൽ ഉമൂരില്ലത്തി യഹ്താജുഹൽ മുസ്ലിമൂൻ, കണ്ടോ, എന്നാൽ അത് മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ഏത്? അന്തസ്തും തിബ് പോലെയുള്ള സയൻസുകളൊക്കെ, അറിവുകളൊക്കെ, വിജ്ഞാനങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ പെട്ടതാണ്. വലിഹാദ ഖാല ബഅദു അഹ്ലിൽ ഇൽമി, ഇതുകൊണ്ടാണ് ചില അഹ്ലിൽ ഇൽമിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്, ഇന്ന തഅല്ലുമ സിനാഅത്തി, വ്യവസായങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത്, തിബ് മെഡിക്കൽ സയൻസ് പഠിക്കുക എന്നുള്ളത്, ഹന്തസത്ത് മറ്റേ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളത്, ജിയോളജി ഭൂമിശാസ്ത്രം പഠിക്കുക എന്നുള്ളത്, വമാ അശ്ബഹ ദാലിക ഇതുപോലുള്ളത് പഠിക്കുക എന്നുള്ളത് മിൻ ഫുറൂദിൽ കിഫായാത്തി, അത് ഫർള് കിഫായയിൽപ്പെട്ടതാണ് എന്ന് പോലും അഹ്ലിൽപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അത് പഠിച്ചിരിക്കണം എന്ന് പോലും ആര് പറഞ്ഞിട്ടുണ്ട്? അഹ്ലിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണെന്നല്ല പറഞ്ഞത്, അത് പഠിക്കല് ഫർള് കിഫയാണ് എന്നുള്ളത് പോലും, അതിന്റെ ഇതിനനുസരിച്ചിട്ട് ഫർള് കിഫയാണെന്നുള്ളത് പോലും ആര് പറഞ്ഞിട്ടുണ്ട്? അഹ്ലുൽ ഇൽമിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ലാ ലി അന്നഹാ മിനൽ ഉലൂമി ശർഇയ്യ, അതെന്തായിട്ടല്ല, ശർഇയ്യ ആയിട്ടുള്ള അറിവിൽപ്പെട്ടതായതുകൊണ്ടല്ല, വലാകിൻ ലിഅന്നഹാ ലാ തതിമു മസാലിഹുൽ ഉമ്മത്തി ഇല്ലാ, അതാണ് പോയിന്റ്. മസാലിഹുൽ ഉമ്മത്തി ഇല്ലാ ബിഹ, അതുകൊണ്ടല്ലാതെ എന്ത്, മുസ്ലിം ഉമ്മത്തിന്റെ നന്മകൾ പൂർണ്ണമാവുകയില്ല. അപ്പൊ ആ രംഗത്തും ആര് വേണം? മുസ്ലിങ്ങൾ വേണം. തിബില് മുസ്ലിങ്ങൾ വേണം, ഹന്തസത്തില് മുസ്ലിങ്ങൾ വേണം, ജിയോളജിയില് മുസ്ലിങ്ങൾ വേണം. അപ്പൊ അതെന്താണ്? അഹ്ലിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഫർള് കിഫായാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള മസാലികൾ, നന്മകൾ ഉണ്ടല്ലോ, ആ നന്മകൾ എന്താണ്? അതിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് വലിഹാദ ഉനബ്ബിഹുൽ ഇഖ്വാൻ അല്ലദീന യദ്റസൂന മിസ്ല ഹാദിഹിൽ ഉലൂമി, കേട്ടോ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള സയൻസുകൾ പഠിക്കുന്ന സഹോദരന്മാരോട് ഞാൻ ഉണർത്തുന്നു, അൻ യഖൂന ഖസ്ദുഹും, അവരുടെ ലക്ഷ്യമായിരിക്കണം, ബിതഅല്ലുമി ഹാദിഹിൽ ഉലൂമി, ഈ സയൻസുകൾ പഠിക്കുന്നത് കൊണ്ട് അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? നഫ്അ ഇഖ്വാനിഹുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യലായിരിക്കണം. വറഫ്അ ഉമ്മത്തിഹിം അൽ ഇസ്ലാമിയ, മുസ്ലിം സമുദായത്തെ ഉയർത്തലുമായിരിക്കണം. ഏതൊരു ഫീൽഡിലാണെങ്കിലും രണ്ട് ലക്ഷ്യമായിരിക്കണം അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. കാരണം ഈ രംഗത്തൊക്കെ മുസ്ലിങ്ങളുമാണ്. അപ്പൊ രണ്ട് ലക്ഷ്യമായിരിക്കണം അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. എന്ത്? ഒന്ന് മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്, രണ്ടാമത്തത് മുസ്ലിം ഉമ്മത്തിനെ ഉയർത്തുക എന്നുള്ളത്, അവരുടെ ഇസ്സത്ത്, അവരുടെ അന്തസ്, അവരുടെ ഉയർത്തുക എന്നുള്ളതായിരിക്കണം അവരുടെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന, ഇത് പഠിക്കുന്ന, തിബ് പഠിക്കുന്ന, ഹന്തസ് പഠിക്കുന്ന സഹോദരന്മാരോട് നമുക്കുള്ള ഉപദേശം അതാണ്. ആരാ പറയുന്നത്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അത് ഹറാമാണെന്നുള്ളതല്ല പറയുന്നത്. എന്നാൽ അതിന്റെ ഓരോ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, ചില സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഇത് പറ്റുമോ? അപ്പൊ അത് വേറെ നമ്മൾ അതിന്റെ വിഷയങ്ങൾ അവിടെ പഠിക്കണം. അപ്പൊ നമ്മളൊരു കച്ചവടം ഹലാലാണെന്ന് പറയുമ്പോൾ അതിൽ ഹറാമായത് വരുന്നില്ലേ? കച്ചവടത്തിൽ അനുവദിക്കപ്പെടാത്തത് വരുന്നില്ലേ? അതേപോലെ തന്നെ മനസ്സിലാണ്ടല്ലോ. അപ്പോ നമ്മൾ മെഡിക്കൽ സയൻസ് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ എഞ്ചിനീയറിംഗിൽ, അതല്ലാത്ത രംഗങ്ങളിൽ, സാമ്പത്തിക രംഗത്തും അതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളില്ലേ? അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വേറെ പഠിക്കണം. മനസ്സിലാണ്ടല്ലോ. അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത് എന്താണോ അതേത് പണിയാണെങ്കിലും മാറിക്കണമല്ലോ, അതേത് ജോലിയാണെങ്കിലും അതിന് മാറിക്കണം. ഇത് സംശയമല്ലോ. അപ്പോൾ അദ്ദേഹം കൊടുത്തുള്ള മറുപടി അതാണ്, എന്ത്? ഈ രണ്ട് ഉദ്ദേശമായിരിക്കണം, ലക്ഷ്യമായിരിക്കണം അവരുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒരു ഡോക്ടറായിട്ട് പാവപ്പെട്ട എത്രയോ രോഗികളുടെ അവരെ സഹായിക്കുക, മുസ്ലിങ്ങളിൽപ്പെട്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള നല്ല ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആ ഒരു നല്ല ഉദ്ദേശം. അപ്പോൾ അതാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പറയണേ, പല്ലുമത്തുൽ ഇസ്ലാമിയ അല്ലാന മലായിൻ, ഇന്ന് മുസ്ലിങ്ങൾ എന്നുള്ളത് മില്യൺ കണക്കിനാണ്, മില്യൺ കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ഒരു പ്രത്യേകതയാണല്ലേ. ഇപ്പൊ ഇന്നിങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എല്ലാ ദിവസവും പത്രത്തൊക്കെ ഇപ്പോ പിന്നെ ഭീകരവാദികൾ വെടിയേറ്റ് മരിച്ചു. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരികതാണ് മുസ്ലിങ്ങൾ. ഭീകരവാദി എന്ന് കണ്ടാൽ തന്നെ
തീവ്രവാദികൾ പള്ളി ആക്രമിച്ചു. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിയതാണ് മുസ്ലിങ്ങൾ. സത്യത്തിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, അല്ല തീവ്രവാദ സംഘടനകളായിരിക്കും. പക്ഷെ ആ ഒരു വാചകം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താ? ഭീകരവാദി എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം, തീവ്രവാദി എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന മതം ഏതാണ്? ആളുകൾ സ്വീകരിക്കുന്ന മതം ഏതാണ്? ഇസ്ലാം മതമാണ്. അപ്പൊ അത് അറിയപ്പെട്ട ക്രിക്കറ്റ് കളിക്കാര് ഒരുത്തപ്പോ അല്ലെ ദീനിക്കട് തിരിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത്രയും അധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും ലോകത്തുള്ള പ്രഗത്ഭരായ പല ആളുകൾ, പ്രസിഡന്റുമാര്, ഭരണാധികാരികള്, ഇങ്ങനെയുള്ള കളിക്കാര്, സിനിമാ രംഗത്ത് ഉള്ള ആളുകൾ ഒക്കെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അപ്പൊ അത് വേറെ വിഷയം. ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് ലോകത്തത് വ്യാപിക്കും. കാരണം അത് ഹക്കിനെ ഊതിക്കെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വെളിച്ചം ഒരാൾക്ക് ഊതിക്കെടുത്താൻ പറ്റില്ല. അപ്പൊ മില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട്. വലോ അന്നഹ ഇസ്തഖല്ലത്ത് മിസ്ല ഹാദിഹിൽ ഉലൂമി ഫീമാ യൻഫഉൽ മുസ്ലിമീന ലകാന ഫീ ദാലിക ഖൈറുൻ കസീറുൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സയൻസുകൾ അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്കൊക്കെ അതിൽ എന്തുണ്ട്? ധാരാളം ഹൈറുകൾ ഉണ്ടാവും. കണ്ടോ, അതിൽ ഹൈറുകൾ ഉണ്ട് എന്നാ പറയുന്നത്. ആ ഭാഗത്തുകൂടെ പോണ്ടെന്നുള്ളതല്ല, പക്ഷെ അതങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് വേറെ വിഷയം. അതിലുള്ള ഹറാമുകളോ ഹലാലുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോ വിലുസീം പറഞ്ഞ എന്താ? ഫീ ദാലിക ഖൈറുൻ കസീറുൻ. അതിലെന്തുണ്ട്? കാരണം അത്രക്കും മുസ്ലിങ്ങളുണ്ട്, അവർക്കത് ധാരാളം ഉപകാരങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് പറഞ്ഞ പോകാൻ ശ്രദ്ധിച്ചോ, വലം മഹ്തജിനായിലൽ കുഫാരി. കണ്ടോ പറയണത്? കാഫിരീങ്ങളെ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. വലം മഹ്തജിനായിലൽ കുഫാരി, കാഫിറുകളെ ആവശ്യം ഉണ്ടാവില്ല. ഫീ തഹ്സീലി കമാലിയാത്തിന, നമ്മുടെ കമാലിയാത്തുകൾ എന്ന് പറഞ്ഞാല് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കാണ് പറയാം. ആഡംബരങ്ങൾ, ലക്ഷറി എന്നൊക്കെ അതിന്റെ അർത്ഥം. കമാലിയാത്തുകൾ വേണമല്ലോ. ആ കമാലിയാത്തുകൾ കിട്ടാൻ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല? കാഫിരീങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പിന്നെ പറഞ്ഞത് കേട്ടോ, ബൽ കമാലിയാത്തുകൾ മാത്രല്ല, വഫീ തഹ്സീൽ ദറൂരിയാത്തിന അഹ്യാൻ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ പോലും വരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാന് അവരത് പഠിക്കണം എന്നുള്ളതാണ് ആര് പറയുന്നത്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അനുവദിക്കപ്പെട്ട മേഖലയാണെങ്കിൽ അത് പഠിക്കണം, അതിലൂടെ മുസ്ലിങ്ങൾക്ക് ഖൈർ ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഈ കാഫിരീങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. അത് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ലക്ഷറീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പോ ഇവിടെ ഈ ലറൂറിയാത്തിന് വേണ്ടി പോലും ഇവരെ നമ്മൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് പല മേഖലകളിൽ. അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതുണ്ടാവും. വലമ്മഹ്തജന എന്ന് പറഞ്ഞത് ഇലൽ കുഫാരി. അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരൂല എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയുള്ള ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാ? അങ്ങനെ നേരെ ഉൾട്ട വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. നമുക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ എടുത്ത് പോകേണ്ട ഒരു ആവശ്യങ്ങൾ വേറെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ആളുകൾ, അതൊക്കെ അതിൻ്റെതായി നേരത്തെ പറഞ്ഞതുപോലെ ഹലാലായിട്ടുള്ള മുബാഹായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ വിലക്കപ്പെട്ട വല്ലതുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ വിഷയം എന്താ വെച്ചാല്, അപ്പൊ ഇത്തരത്തിലുള്ള രംഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്? മുസ്ലിങ്ങൾക്ക് വലിയൊരു ഖൈറാണ്. മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഇത് ഹറാം എന്നുള്ളതല്ല, വെറും ഖുർആൻ വെറും ഹദീസ് അതല്ല പറഞ്ഞത്. അത്തരത്തിലുള്ള ആളുകളും വേണം. പക്ഷെ മറ്റത് പഠിക്കുന്നതൊക്കെ എന്താണ്? ഹറാമാണെന്നുള്ള ധാരണ വേണ്ട. മനസ്സിലാണ്ടല്ലോ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവിടേക്ക് എന്താണ്? ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ എന്നിട്ട് അതിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഫഹാദിൽ ഉലൂമു, ഇത്തരത്തിലുള്ള സയൻസുകൾ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഇതാ ഖസദ ബിഹൽ ഇൻസാനു, മനുഷ്യൻ അതുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അൽ ഖിയാമ ബി മസാലിഹിൽ ഇബാദി, അടിമകളുടെ നന്മകൾ, മനുഷ്യന്മാരുടെ നന്മകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവന്റെ മനസ്സിലുള്ള നിയ്യത്തെങ്കിൽ സ്വാർത്ഥ മിമ്മാ യുഖദ്ദിബു ഇലല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് അവനെ അടുപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതായിത്തീരും. അതായത് അവന് പ്രതിഫലം കിട്ടുന്ന കാര്യത്തിൽപ്പെട്ടതായിത്തീരും. ലാലിദാത്തിഹ, ദാത്തിയായിട്ട് അങ്ങനെ അല്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അതൊരു വിഭാഗത്താണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തിബ് എന്നുള്ളത് അത് വിഭാഗത്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാൽ അവനത് പഠിക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള നിയ്യത്ത് അതെന്താണ്? മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യണം എന്നുള്ളതാണ്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ നിയ്യത്തിന് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. അത് അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി തീരും. വലാകിൻ ലിമാ ഖുശിദ ബിഹാ, അതിലൂടെ അവൻ ഉദ്ദേശിക്കപ്പെടുന്നത് അതായിരിക്കും. അതിന്റെ ആ നിയ്യത്തിനാണ് എന്ത്? അവന് പ്രതിഫലം കിട്ടുക.
അപ്പൊ അതിന് കൂലി വരെ കിട്ടും എന്നുള്ളതാ പോയി പറയുന്നത്. അതാണ് അവന്റെ മനസ്സിലുള്ള നീയത്തെങ്കിൽ അവൻ എന്ത് കിട്ടും, അതിന് പ്രതിഫലം വരെ കിട്ടും. അത് ഏത് പോസ്റ്റിലാണെങ്കിലും ഏത് അവൻ പഠിക്കുകയാണെങ്കിലും അതായിരിക്കണം അവന്റെ ഉദ്ദേശം. അമ്മ അന്നഹ ഫിഖ്ഹും ഫിദ്ദീനി ഫലൈസത്ത് ഫിഖ്ഹും ഫിദ്ദീനി. എന്നാൽ അവിടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അത് ചോദ്യം എന്താണ്, അത് ഫിഖ്ഹും ഫിദ്ദീൻ ആണോ എന്നുള്ളതാണല്ലോ. അപ്പോ ഇബ്നു തൈമിയ്യ അതൊന്നുകൂടി പറയണത് അത് മതത്തിൽ അറിവ് നേടുന്നതിൽ പെട്ടതല്ല. അത് രണ്ടായിട്ട് തന്നെ പറയാം. അത് മതത്തിൽ അറിവ് നേടുന്ന കാര്യത്തിൽ പെട്ടതല്ല. കാരണം ദീനിൽ ഫിഖ് നേടുക എന്ന് പറഞ്ഞാൽ ഹുവൽ ഫിഖ്ഹു ഫി അഹ്കാമില്ല, അത് അള്ളാഹുവിന്റെ അഹ്കാമുകൾ അഹ്കാമില്ല ശർഇയ്യ വൽ ഖദരിയ്യ, അള്ളാഹുവിന്റെ ഖദരിയായിട്ടുള്ള ശർഇയ്യായിട്ടുള്ള വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവ് നേടലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ ഫിഖ്ഹു ഫി ദാത്തില്ല, അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ള അറിവ്. അതേപോലെ വസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചുമുള്ള അറിവ്. ഇതൊക്കെയാണ് എന്ത് ഫിഖ്ഹും ഫി ദീനില്ല എന്നുള്ളതിൽ പെടുന്നത്. അതിൽ പെടില്ല. എന്നാൽ അത് മുസ്ലിങ്ങൾക്ക് ആവശ്യമാണ്. അത് പഠിക്കുന്നവരുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണ്, മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതായിരിക്കണം അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ആ സംശയം അവിടെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തീർത്തു വന്നു. 13ാമത്തെ ക്വസ്റ്റ്യനാണ് വായിച്ചത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോകും. വേറെയും ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ വായിക്കുന്നതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തേത്, പേജ് നമ്പർ 48. എന്താണ് ചോദ്യം? ഇദാ കാനത്തിൽ ഉമ്മത്തു അഹ്വജ ഇലൽ ഉലൂമിൽ മാദിയത്തി കത്തിബി വൽ ഹൻദസതി വഗൈരിഹാ ഫഹൽ അഫ്ദൽ ഇൻസാനി അൻ യതഖസ്സസ ഫിൽ ഉലൂമിൽ മാദിയത്തി അമിൽ ഉലൂമി ശർഇയ്യ. അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട അതേ കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അതിന്റെ അവസാന ഭാഗത്തൊന്ന് നോക്കിക്കോ. അതില് ഇബ്നു തൈമിയ്യയോട് ചോദിക്കുന്നത് പിന്നെ തിബ് ഹൻദസത്ത് പോലെയുള്ളത് പഠിക്കുന്നതാണോ, അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനുഷ്യന് ആവശ്യമാണല്ലോ. അപ്പൊ അത് പഠിക്കുന്നതാണോ, ദീന് പഠിക്കുന്നതാണോ പിന്നെ ഇപ്പൊ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം കൊടുത്തു, ദീനാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ദീന് ഒന്ന് ഫർള് ഐനുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞു ഫർള് കിഫായ, പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് നോക്കിക്കോ, ആ പേജിന്റെ അവസാനം 48ാമത്തെ പേജിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണമെന്ന് വെച്ചാല് ഇനി ശർഇ അല്ലാത്ത വിജ്ഞാനങ്ങൾ അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വഖദാലിക്കൽ ഉലൂമുൽ ഉഖറ അല്ലത്തി ലൈസത്ത് മിനൽ ഉലൂമി ശർഇയ്യ, ശർഇ അല്ലാത്ത മറ്റുള്ള സയൻസുകൾ. മനസ്സിലായിട്ടുണ്ടല്ലോ? ശർഇ അല്ലാത്തത് തൻഖസിം ഇലാ സലാസത്തി അഖ്സാം, അതിനെ മൊത്തത്തിൽ എന്തായിട്ട് തിരിക്കാം, 3ആയിട്ട് തിരിക്കാം. ശർഇ അല്ലാത്ത ഉലൂമുകളെ, സയൻസുകളെ 3ആയിട്ട് തിരിക്കാം. ഒന്ന്, അതൊന്ന് മനസ്സിലാക്കുക. ഒന്ന് ഉലൂമുൽ ളാറ, ഒന്ന് ദോഷകരമായ വിജ്ഞാനങ്ങൾ, അറിവുകൾ, സയൻസുകൾ, ഉപദ്രവം ഉണ്ടാക്കുന്നത്. അതെന്താണ്? ഫയഹ്റുമു തഅല്ലുമു, അത് പഠിക്കൽ ഹറാമാണ്. അപ്പൊ അദ്ദേഹം അതിനെ 3ആയിട്ട് തിരിച്ചു. ഏത്? ശർഇ അല്ലാത്ത ഇൽമിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചു, സയൻസിനെ 3ആയിട്ട് തിരിച്ചു. ഒന്ന് ലാറത്താണ്, ലാറത്തായിട്ടുള്ള ഇൽമ്, മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കും, അത് പഠിക്കൽ ഹറാമാണ്. വല യജൂസു ലിൽ ഇൻസാനി അൻ യശ്തഗില ബിഹാദിഹിൽ ഉലൂമി മഹ്മാ തകുൻ നതീജതുഹാ, അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും ശരി അത്തരത്തിലുള്ള ഇൽമുകളുമായിട്ട് ബന്ധപ്പെടാൻ ഒരാൾക്ക് പാടില്ല. ചിലപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും, പക്ഷെ അതെന്താണ്? ലാറത്താണ്, ദോഷകരായിരിക്കും, ഉപദ്രവകരായിരിക്കും. അത്തരത്തിലുള്ളത് പഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്. മനസ്സിലാണ്ടല്ലോ? അങ്ങനെ കുറെ കുത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സിഹറൊക്കെ അങ്ങനെ പഠിക്കുന്നതാണ്. സിഹർ, മറ്റേ തുൽസമാത്ത്, അങ്ങനെയുള്ള സംഗതി, അത് മനുഷ്യന് ലാറത്താണ്, അത് പഠിക്കല് ഹറാമാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് ഹറാമാണെന്നാട്ടോ, പഠിക്കല് ഹറാമാണ്. അതാണ് രണ്ടും വ്യത്യാസങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഇൽമു പഠിക്കല് ഹറാമാണ്, ലാറത്തായിട്ടുള്ള ഇൽമു പഠിക്കല്, അതിന്റെ വിധിനെ മാറ്റണം. അപ്പോ സിഹിർ ചെയ്യിക്കുക, എന്നിട്ട് ആ ചെയ്ത സിഹിറിനെ ഒഴിവാക്കാൻ വേണ്ടി മറ്റവനും സിഹിർ ചെയ്യുക, അപ്പൊ അതിന്റെ ഗൗരവമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് പഠിക്കുക. അതൊരു ഉദാഹരണം മാത്രമാണ്, ലാറത്തായിട്ടുള്ള ഇൽമിനുള്ള ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്, സയൻസുകളുണ്ട് ലോകത്ത്. പിന്നെ ഈ പിശാച് സാത്താൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കുറെ, അതെങ്ങനെ അവരെ എങ്ങനെ നമ്മളെ ചൊൽപ്പടിക്കൽ നിർത്താൻ പറ്റും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അതെന്താണ്? പഠിക്കല് ഹറാമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഹറാമായതുണ്ട്. രണ്ടാമത്തത് ശർഇ അല്ലാത്തതിനെ വിശദീകരിക്കുന്നത്. അപ്പൊ ഒന്ന്, അതിലൊരു വിഭാഗം ഏതാണ്? ഹറാമായതാണ്, അത് പഠിക്കലും ഹറാമാണ്. ദോഷകരമായതാണ്, അത് പഠിക്കൽ ഹറാമാണ്. രണ്ടാമത്തെ വകുപ്പ് ഉലൂമുൻ നാഫിയ, ഉപകാരപ്രദമായിട്ടുള്ളത്, നാഫിയത്തായിട്ടുള്ളത്. ഫൈനഹു യതഅല്ലമു മിൻഹാ മാ ഫീഹി നഫ്, കാരണം അതിൽ ഉപകാരമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് പഠിക്കും. ഉപകാരമായത് അത് ഏതാണ് നമുക്ക് ഉപകാരമുള്ളത്, അത് നമുക്ക് പഠിക്കാം, ഉപകാരമുള്ളത്. മൂന്നാമത്തത് അൽ ഉലൂമുല്ലത്തി ജഹ്ലുഹാ ലാ യദുറു വൽ ഇൽമു ബിഹാ ലാ യൻഫഉ. കണ്ടോ? മൂന്നാമത്തെ ഇതാണ് എന്ത്? അത് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷമല്ല, അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമല്ല. എന്താ പറഞ്ഞേ? അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷമൊന്നുമില്ല, അത് അറിഞ്ഞിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് ഒരു ദോഷമല്ല. അറിഞ്ഞു എന്ന് കരുതി എന്തെങ്കിലും ഉപകാരോ, അതുമില്ല. വഹാദിഹില യംബഗി ലിത്വാലിബി അൻ യഖ്ലിയ വഖ്തഹു ഫി തലബിയ, ഇതിന്റെ പിന്നാലെ പോയി കണ്ടൊരു ത്വാലിബുൽ ഇൽമി സമയം കളയരുത്. എനിക്കൊണ്ടെന്ന് അധികം മനുഷ്യന്മാർ സമയം കളയുന്നത് ഈ മൂന്നാമത്തെ വകുപ്പിലായിരിക്കും.
ഉപകാരമുള്ളത് പിന്നെ നമുക്ക് പഠിക്കാന്നുള്ളത് പറഞ്ഞു. ഉപദ്രവമുള്ളത് പഠിക്കലേ ഹറാമാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, പഠിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഉപദ്രവമല്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ മനുഷ്യന്മാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. മറ്റേ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്, അയാൾ എത്ര വോട്ട് നേടി, അയാൾ എത്ര MLA ആയി, അയാൾ എത്ര റൺ എടുത്തു, എത്ര വിക്കറ്റ് എടുത്തിട്ടുണ്ട്, മറ്റേതെന്താണ്, മറിച്ചെന്താണ്, എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്, അയാൾ തിന്നണ ഭക്ഷണം ഏതാണ്, അയാൾ ബനിയൻ ഏതാണ്, അയാളെ ഷൂ ഏതാണ്, അയാളെ ബ്രാൻഡ് ഏതാണ്, മറ്റേതാണ്, ഇതിനെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിങ്ങനെ മണിയായിട്ട് ഇങ്ങനെ പറയും. ആ 10 നമ്പറുകാരന്റെ പിന്നെ രാവിലെ മുതലുള്ളത് വൈകുന്നേരം വരെയുള്ള ഓരോ കാര്യങ്ങളും അല്ലേ, പിന്നെ ഓരോന്ന് കുടിക്കണ ജ്യൂസ്, കുടിക്കണ വെള്ളം, അതിന്റെ ബ്രാൻഡ്, എത്ര വട്ടം കുടിക്കും, പിന്നെ എങ്ങനെയൊക്കെയാണ് കുടിക്കല്, ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഇൽമായിരിക്കും. അതിന്റെ പിന്നാലെ ആയിരിക്കും അധികം മനുഷ്യന്മാർ. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ഇങ്ങനെയുള്ള പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇങ്ങനെയുള്ളതാണെങ്കിലും ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ചില സാമ്പത്തിക വിഷയങ്ങൾ, മറ്റേ വിഷയങ്ങൾ, അത് പഠിക്കാതിരുന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു ദോഷമല്ല. പഠിച്ചു എന്ന് കരുതി എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരമല്ല. എന്നിട്ട് അതിന് മണിക്കൂറുകളോളം അതിന് പത്രം വായിച്ചിട്ടും അതിന് മറ്റത് കണ്ടിട്ട് അതിനവിടെ പോയി അതിന് നല്ല താല്പര്യമായിരിക്കും. അതിന് വർത്താനം പറയാനും, അതിന് വാദിക്കാനും, അതിന് ഒച്ച ഉണ്ടാക്കാനും, അതിന് ബഹളം ഉണ്ടാക്കാനും, അതിന് വർത്താനം പറയാനും. എന്നാൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടതോ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇവിടെ പറഞ്ഞ എന്താ? ലാ യംബഗി ലിത്വാലിബി, ഒരു വിദ്യാർത്ഥിക്ക് ഭൂഷണമല്ല അൻ യഖ്ലിയ വഖ്തഹു ഫീ തലബി, അതിന്റെ പിന്നാലെ പോയിട്ട് സമയം കൊല്ലുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് യോജിച്ചതല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ശർഈ അല്ലാത്ത വിജ്ഞാനങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടാമത്തേതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന് നമ്മളിവിടെ നിർത്തി. ഇനി കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് വായിക്കാം. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിൽ കിടക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം, എന്ത്? ആദാബു ത്വാലിബിൽ ഇൽമി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അടുത്തൊരു അധ്യായം തുടങ്ങാണ്. ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു അധ്യായം ഒരു ത്വാലിബുൽ ഇൽമിനുണ്ടായിരിക്കേണ്ട അദബുകൾ, മര്യാദകൾ. ആ മര്യാദകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിശദീകരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് അദബുകൾ പഠിക്കുക. ഒരു ത്വാലിബുൽ ഇൽമി, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട മര്യാദകൾ, അദബുകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.